ചിരിക്കാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ഇനി ഒട്ടും താമസിക്കാതെ ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇവര് വന്നാൽ ചിരി ഗ്യാരണ്ടി ആണ്. ലെറ്റ്സ് വെൽക്കം സുമി ചേച്ചി, മനോജ് ചേട്ടൻ ആൻഡ് ശ്യാം ചേട്ടൻ. വേറെ അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ഇത് കണ്ടോ, എന്റെ UK-യിലുള്ള എന്റെ പിള്ളേർ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന എനിക്ക് മേടിച്ചു തന്നതാ. ഈ റിമോട്ടല്ല, ഈ റിമോട്ടിൽ ഇങ്ങനെ ഞെക്കുമ്പോ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുന്ന ഗേറ്റ്. നല്ല രസമാണ്. 2 ദിവസം ആയുള്ളൂ പണി കഴിഞ്ഞിട്ട്. 10-15 ലക്ഷം രൂപ ചെലവായി. പക്ഷെ നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. ഈ മതിലൊന്നും ഇട്ടില്ലെന്നുണ്ടെങ്കിലേ കാണുന്ന ആക്രിക്കാരൊക്കെ നേരം വെളുത്ത് വന്നങ്ങ് കയറും. പിന്നെ അവിടെ ഇവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടു പോകും. അന്നൊരു ദിവസം ഞാൻ പുറകെ ഇരുന്ന് എന്തോ പണി ചെയ്യുമ്പോൾ ഒരു ആക്രിക്കാരൻ വന്ന് എന്നെ അങ്ങ് പൊക്കി. തക്ക സമയത്ത് ഞാൻ വാ വെച്ചതുകൊണ്ട് അവൻ എന്നെ ചവിട്ടി ചളുക്കി തമിഴ്നാട്ടിലോട്ട് അയച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തമിഴ്നാട്ടിൽ ഞാൻ പച്ചക്കടത്തിന്റെ രൂപത്തിലും കളിപ്പാട്ടത്തിന്റെ രൂപത്തിലും ഒക്കെ വരുന്ന എന്റെ മതില് 2 ദിവസം കെട്ടിയിട്ട് എന്റെ മതില് ഓടരുത്. നീ എന്റെ മതില് വണ്ടി കൊണ്ടുവന്ന് ഇരിക്കല്ലയോ? അല്ലല്ല, നിങ്ങളുടെ മതിൽ വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചതാ. പുതിയ മതിലാ, പുതിയ മതില്. 2 ദിവസം ആയുള്ളൂ കെട്ടിട്ട്. പുതിയ മതിലാ. പുതിയ മതിൽ. അത് റോഡിന്റെ സൈഡിൽ പുതിയതായിട്ട് വന്നില്ല. എനിക്ക് പരിചയമില്ല. അപ്പൊ വണ്ടി വരുമ്പോ മാറാൻ അറിയത്തില്ല. വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചിട്ട് ഞാൻ നീ പറയരുത് കേട്ടോ. സത്യം പറയണം, എന്തോ സംഭവിച്ചാ? എന്താ സംഭവിച്ചാ അമ്മച്ചി? ഞാൻ ഉറങ്ങിപ്പോയതാ. എന്തോ ഉറങ്ങിപ്പോയതാ? നീ വണ്ടി ഓടിക്കുവായിരുന്നോ? കട്ടിലിരുന്ന് നിരങ്ങുമായിരുന്നോ? ഉറങ്ങി കയറ്റാനെ 3-4 ദിവസമായി ഞാൻ പച്ചക്കറി കൊണ്ടൊക്കെ അങ്ങോട്ട് പോകുന്ന ഉറങ്ങിപ്പോയ അമ്മച്ചി. അങ്ങോട്ട് വണ്ടി ഇടിക്കാൻ പോകുമ്പോ നീ ഉണരത്തില്ലയോ? ഉണർന്നപ്പോഴാണ് ഇടിച്ചത് വണ്ടി. ഉണരുമ്പോ എങ്ങനെ വണ്ടി ഇടിക്കുന്നത്? ഉണർന്നിട്ട് ഞാൻ കാല് നീട്ടി ഇങ്ങനെ വലിച്ചപ്പോ ആക്സിഡന്റ് കൂടിപ്പോയി. അങ്ങനെ ഒന്ന് സ്പീഡിൽ വന്ന് ഇടിച്ചാ അമ്മച്ചി. ദൈവമേ, നീ കല്യാണം കഴിച്ചാന്നോ? കല്യാണം കഴിച്ചാ? നിനക്ക് മക്കളുണ്ടോ? ഇല്ല. അതെങ്ങനെ സദാസമയം വണ്ടി കയറിയിരുന്ന് ഉറങ്ങുന്നവന് അങ്ങനെ മക്കളുണ്ടാകും? നിനക്ക് ഭാര്യ ഉണ്ടോടാ? ഉണ്ട്, ഭാര്യയുണ്ട്. നിനക്ക് അവളെ പറ്റി ഒന്ന് ഓർത്തൂടായിരുന്നോ? അവളെ പറ്റി ഓർത്തപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ച വണ്ടി നിയന്ത്രണം വിട്ട് പോയി ഇടിച്ചത്. എന്റെ ദൈവമേ, നിന്റെ വീട് എവിടെ? എന്റെ വീട് അങ്ങ് ഇടുക്കിയില്ല. ഇടുക്കിയില്? അമ്മച്ചി എന്നെ വെറുതെ വിടണേ അമ്മച്ചി. എന്നിട്ട് വയറ് കയറ്റാൻ വേണ്ടിയാ വണ്ടി കൊണ്ട് ഞാൻ ഇറങ്ങിയേക്കുന്നത്. ആരൊക്കെ ഉണ്ട് എന്റെ വീട്ടിൽ? എന്റെ വീട്ടിൽ ഞാൻ, എന്റെ ഭാര്യ, അച്ഛൻ, അമ്മ, ഞങ്ങളുടെ അമ്മാവൻ. അപ്പോഴും 5 ആയുള്ളൂ. നീ പറഞ്ഞ 8ന്റെ കണക്കല്ലയോ? ഞാൻ അമ്മാന്റെ വയറെന്ന് കാണണം. 3 പേരുടെ വയറ് അങ്ങനെ തിരുന്ന തീറ്റിക്കല്ല ഞാൻ ചെലവില്. അപ്പൊ നിന്റെ വീട്ടിൽ അച്ഛനൊന്നും ജോലിക്ക് പോകത്തില്ലയോ? അച്ഛൻ 2 വർഷമായിട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു ഇതാണ്. അയ്യോ, എന്തെങ്കിലും അസുഖം വല്ലതും? അസുഖമല്ല, മുടിഞ്ഞ കടം ഉണ്ടാക്കി വെച്ചേക്കും. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. വെറുതെ വിടാൻ പറ്റി. ഞാൻ അറിയാതെ പറ്റിപ്പോയതാ പറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ലക്ഷം രൂപ ചെലവായ മതില. നീ തന്നെ നോക്ക്, അത് എന്തുമാത്രം പൊട്ടിയിട്ടുണ്ടെന്ന് നീ ഒന്ന് നോക്കി. 2 കട്ട എടുത്ത് വെച്ചാ പറയാൻ പറ്റും. 2 കട്ട എടുത്ത് നോക്കാൻ നമ്മൾ പകട കളിക്കുവാന്നോ? നീ ഒന്ന് സൂക്ഷിച്ച് നോക്ക്, അത് എന്തുമാത്രം പൊട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കി അറിയാം. ഒരു 4-5 സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസം ഉണ്ട് അതിന്. 4-5 സ്ക്വയർ ഫീറ്റ് നോക്ക. 4-5 സ്ക്വയർ ഫീറ്റ്. സ്ക്വയർ ഫീറ്റ് എന്നല്ല അങ്ങനെ പറയുന്നത്. പിന്നെ സ്ക്വയർ ഫീറ്റ് അത് അടച്ചു പറഞ്ഞു. എന്തുവാ ഞാൻ പറയുന്നത്? തെറ്റാന്ന് വേറെ ആരും കേൾക്കണ്ടല്ലോ. അതിന് വേണ്ടി ഞാൻ പറഞ്ഞത്. കൂടുതൽ സമയമൊന്നും കളയാനില്ല. മര്യാദയ്ക്ക് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ആ മതിൽ കെട്ടി തന്നിട്ട് ഇവിടുന്ന് പോയാ മതി. അമ്മച്ചി, ഞാൻ അന്നത്തോളം കൊണ്ട് ഞാൻ തട്ടിമുട്ടി പോകുന്ന ആളാ അമ്മച്ചി. അന്നത്തോളം കൊണ്ട് തട്ടിമുട്ടി പോകുന്ന നീ എനിക്ക് അന്നു കിട്ടുന്നത് പന്താന്നോ? പോട്ടെ അമ്മച്ചി. ഇല്ല, നിന്നെ ഞാൻ വിടത്തില്ല. എന്റെ പൊന്നു കുഞ്ഞെ, നിന്റെ സാഹചര്യമൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ പൈസ അറിയാൻ നിന്നെ വിടത്തില്ല. എന്റെ പൈസ ഇല്ല അമ്മച്ചി. അറിയാതെ പറ്റിപ്പോയാ അമ്മച്ചി. എനിക്ക് ഇതുകൊണ്ട് കച്ചവടം ചെയ്തല്ലേ കിട്ടത്തുള്ളൂ അമ്മച്ചി. എനിക്ക് അറിയത്തില്ലായിരുന്നു പുതിയ മതില്ലായിരുന്നു. ചെയ്യാനാ ശരിയാ. എനിക്കിപ്പം അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. ആ ചെറുക്കൻ്റെ മുഖം കണ്ടാലും പൈസ മേടിക്കാൻ തോന്നുന്നില്ല. കാരണം അന്നത്തടം കൊണ്ട് കഴിഞ്ഞ് ജീവിക്കുന്നവനാ. അബദ്ധം ആർക്കാ പറ്റാത്തത്? അല്ലയോ? തെറ്റാർക്കായാലും സംഭവിക്കും. അങ്ങ് ക്ഷമിച്ചേക്കാം, അല്ലയോ? മുഖം കണ്ടാലേ അറിയാം അവനൊരു അധ്വാനിയാ. നീ ഒരു കാര്യം ചെയ്യ. അല്ല അമ്മച്ചി പറ, ഞാൻ എന്താ ചെയ്യാ? ഞാനായോണ്ടാ കണ്ണടക്കുന്നത്. എന്റെ മക്കളായിരുന്നേ കണ്ണടക്കത്തില്ലായിരുന്നു. മീൻ്റെ കുഞ്ഞുങ്ങളാണ്. അതെന്തുവാ? കണ്ണടക്കത്തില്ല. എടാ അതല്ല, ഞാനായോണ്ട് നിന്നോട് ഇപ്പൊ പൈസ ഒന്നും മേടിക്കുന്നില്ല, മതിലും കെട്ടി തരണ്ട, നീ പൊക്കോ. പക്ഷെ എന്റെ മക്കളായിരുന്നെങ്കിൽ കർണ ഉറച്ച് തന്നേനെ. അതാ പറഞ്ഞത്. അവർ സ്ഥലത്തും ഇല്ല. നീ ഒരു കാര്യം നീ പൊക്കോ, കുഴപ്പമില്ല. ശരി അമ്മച്ചി, ഞാനിപ്പോ ഇതിലെ വരുമ്പോ ഇങ്ങോട്ടൊക്കെ വരാമെന്ന്. ബാക്കിയും കൂടി ഇടിച്ച് പൊളിക്കാനായിരിക്കും. അല്ല, ഇതിന്റെ പേരിൽ ഞാൻ വരാം. പോയേട്ടങ്ങോട്ട്. രാധാകൃഷ്ണൻ നമ്മുടെ വീട്. നീ എന്നെ കൊച്ചിലും പോലെ കാണുന്നില്ല. പിന്നെ രാധയെന്നല്ലേ ഞാൻ വിളിക്കേണ്ടത്? എല്ലാവരും അങ്ങ് വിളിക്കുവാ. നിനക്കതാ ചേരുന്നത്. നിന്റെ ആ കൊമ്പ മീശയ്ക്ക് താടിക്കും ഒക്കെ രാധേന്നാ ചേരുന്നത്. എന്റെ ഇച്ചായി ഞാനാണ് ചക്ക എടുക്കാൻ പോയാണ്. ഞാൻ ചിരമ്പച്ചേച്ചിറങ്ങി. ഞാൻ അവിടുന്ന് ചക്ക എടുത്ത് നേരെ ഇങ്ങനെ റോഡ് വഴി ഇങ്ങനെ തോള വെച്ചോണ്ട് വരുവാ. അപ്പൊ ശാരദ ചേച്ചി എന്നോട് ചോദിക്കുവാണേ,
എടാ നിനക്ക് KCB-യിലാണ് ആ ജോലി, അതായത് ഈ മറ്റേ ലൈൻ മരിക്കുന്നല്ല റോഡിൽ കൂടുന്നത്. അതെന്തോ അങ്ങനെ പറയുന്നത്? ഈ ചക്ക പറിച്ചപ്പോഴേ ചക്കയരക്ക് പകുതി പ്ലാവേ ഇരിക്കുക. അപ്പൊ അതിന്റെ ബാക്കി ഇങ്ങനെ വയറ് പോലെ നീണ്ടട്ടെ മൊത്തം ചക്കയരക്കും കയ്യില. അപ്പോഴേ ഇവിടെ ബഹളം കേട്ടതേ. എടാ ബഹളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ 2 ദിവസമായി കെട്ടി മതിലും ഗേറ്റും കൂടെ ഈ ചെറുക്കൻ പിക്കപ്പ് അങ്ങാണ്ട് വന്ന് അങ്ങ് ഇടിച്ചങ്ങിട്ട്. അത് ശരി. അതാ ഞാൻ പറയുമായിരുന്നു പാവക്കാരനാ. എടാ ചെല്ലു നീ. ഇവൻ എവിടെയുള്ള? ഇവൻ എവിടെയാണ്? അടിമാലി ഇടിക്കോ? അവിടെ കണ്ടുള്ളതാ ഇവന്. അടിമാലി ഇവിടെ അടുത്തുള്ളതല്ല. അല്ല അവൻ അവിടെ നിന്ന് കണ്ട് ഓടി വന്നാ പുറം പാർട്ടിയാ. ഉറങ്ങിപ്പോയതാ പോലും. പുറം പാർട്ടി ഇവിടെ വന്നിട്ട് കുട്ടനാട്ടി വന്നിട്ട് നമ്മൾക്ക് അല്ലടാ അല്ല രാധേ ജയ്മിണ്ടല്ലേ ജോയ്മാൻ വിളിച്ച് ചോദിച്ചാൽ ഞാനാ സമ്മാനം പറയണ്ട. അല്ല അത് അയലത്ത് കിടക്കുന്നവൻ ഞാനാ. ജോയ്മാൻ വിളിച്ച് ചോദിച്ചാൽ ഞാനാ സമ്മാനം പറയാം. മൈക്കിൾ ജാക്സൺ മൈക്കൂരാൻ കയ്യിലെടുക്കും. അവിടെ നീ ഈ അടിമാലിന്ന് വന്നിട്ട് നീ ഇവിടെ വെള്ളത്തിലാണ്. അല്ല അവൻ വേറെ എന്തോ സാധനമായിട്ട് വന്നതാണെന്ന്. എന്തോ സാധനമായിട്ട് വന്ന് എന്തോടാ വണ്ടി ഇരിക്കുന്നു? വണ്ടിക്ക് അത് ചരക്ക് ആലപ്പുഴ കൊണ്ടുപോകും. യോ ബീച്ച് കൊണ്ടിട്ട് ഒതുക്കാനായിരിക്കും. രാധേ ആ ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറയുന്നുള്ളൂ. അങ്ങനൊന്നും ചെയ്യത്തില്ല. കളയത്തില്ല രാധേ. ആണ് വരുന്നുണ്ട്. കാരണം അടിച്ച് പൊളിക്കുന്നവനാ. കാരണം അടിച്ചാൽ പൊളിക്കുന്നവനാ കേട്ടോ. വണ്ടി മൊത്തം ക്യാരറ്റാന്നല്ലോ. കടിക്കാൻ വേണ്ടിയുള്ള സാധനം. കടിക്കാൻ ഇത് മൊത്തം ഈ ക്യാരറ്റ് മൊത്തം കടിക്കാൻ നിന്റെ വീട്ടുകാരാണോ? മോട്ട് മുതലും സംഘം ഞാനാ സമ്മാനം പറഞ്ഞത്. ജോയ്മാൻ ഇപ്പൊ വിളിച്ചാൽ എടുക്കത്തില്ലെന്ന്. ഞാൻ 1000 രൂപ കടം ചോദിച്ചപ്പോ വിളിച്ചാൽ എടുത്തില്ല. അവനെ അടിമാലി അന്യനാട്ടിൽ നിന്ന് വന്നിട്ടേ ഇവിടെ ഉണ്ടായത് വലിയ ഇച്ചേ പറഞ്ഞോണ്ടാ കേട്ടോ. ഞാൻ പിടിച്ചു ഞാനെ ഓടാ. എടാ ഇവന് കൊണ്ടിട്ട് മതിയാവുന്നില്ല. കൂടെ വരും. പോടാ. ഇവിടെ പോകുന്നില്ല. ചെയ്യേ എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. ചക്കാർക്ക് കയ്യായിരിക്കുമായിരുന്നു. കേറ്റി അടിച്ചു. എന്തോ ചെയ്യാനേ പോടാ. നിനക്ക് ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചെറുക്കനെ എന്തിനാ കൈവച്ചത്? എന്നാരോ ദിച്ചയാണോ അതോ നെയ്യപ്പോന്നോ? ഇനിമേറ്റം കണ്ണ നീ എടുത്ത് വിടാ ചെറുക്കനെ. ചക്കരക്ക എനിക്ക് വയ്യ. കണ്ടോ ഇതുപോലെ ഞാൻ റോഡിൽ കൂടെ വലിച്ചോണ്ട് വന്നു. ചുമ്മാതല്ലാതെ അവര് ചോദിച്ചത്. നിന്റെ കൂട്ടുകാരും അല്ല ഈ പ്രദേശത്ത് വല്ല ഉണ്ടോ? ഉണ്ട്. അതിന് എന്നും പറഞ്ഞു എന്തും പറഞ്ഞോ? അല്ല അവൻ എവിടെ ഇല്ല. അവൻ ഗൾഫിൽ പോയേക്കോ. അവന് അവൻ വന്നാന്തൂടാ. അവന് വരാൻ പറ്റത്തില്ല. അവൻ അനിയനുണ്ട്. ജിമ്മിന് വന്ന അവൻ അനിയനുണ്ട് ഇവിടെ. എന്തും പറയാ എനിക്ക് അവൻ എന്നെ എന്തോ അങ്ങ് തീർത്തു കളയാനോ? അമ്മ വരാനോ അവൻ ഇങ്ങോട്ടോ? അല്ല അവൻ ഗോവയ്ക്ക് പോയേക്കോ. അവൻ അനിയൻ. ഇച്ച എവിടെ ഉണ്ടായിരുന്ന ഇച്ചയ്ക്ക് എന്ത് സംഭവിക്കൂടാ? സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. നീ വണ്ടി സംഭവിച്ചിരുന്നെങ്കിൽ ആര് പറഞ്ഞു? ഇച്ച എവിടെ ഉണ്ടായിരുന്ന ഇച്ച ഇടിയോ? ഇന്നോ നാളെ എന്ന് പറയുന്ന സ്ത്രീയുടെ അവര് കൊണ്ടിടിച്ച് അവര് ചത്തുപോയാലടാ. എന്റെ ഇച്ച 9 ദിവസം മൊബൈൽ മുറത്തിൽ കിടക്കണം ഇവിടെ നീത്തണ്ണാക്കി. പിള്ളേർ അവിടുന്ന് വരുന്നവരെ 9 ദിവസം പറ്റുമോ? പിന്നെ അവര് ഫ്ലൈറ്റ് വേണ്ടേ? ഫ്ലൈറ്റ് കിട്ടി വരണ്ടായോ? അവര് ഇങ്ങനെ കിടക്കും. അപ്പൊ ഇതേ മൊത്തം മഞ്ഞാവും. ബാംഗ്ലൂരുള്ള കൊച്ചുമല്ല കുരുത്തം കെട്ടവൻ. അവൻ വന്നപ്പോ അത് പേരെഴുതു. അതേ മുണ്ടാനൊക്കത്തിൽ അതിനകത്ത് കിടന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് കപക്കെട്ടുണ്ടാകും. കപക്കെട്ട് അതിനകത്ത് കിടന്ന് കപക്കെട്ടുണ്ടാകും. മകരമാസമായ ഈ ചിമ്മിനിയുടെ അകത്ത് കയറും. കുടമ്പലിയുടെ കൂടെ തളമ്പും. അപ്പൊ നമ്മളെ അപ്പൊ ഇത് അതിനകത്ത് കിടക്കാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അവിടെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിക്കൂടെ? അല്ല പറ്റിയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ മതിലല്ലാന്ന് വന്ന് ഇടിച്ചത്. നിങ്ങളുടെ മതിലല്ലാന്ന് ഇടിച്ചത്. അതിന് എനിക്ക് മതിലില്ല അവിടെ. അങ്ങനെ എന്റെ വീട്ടിൽ അവിടെ മതിൽ കെട്ടുന്ന കാര്യമില്ല. കാരണം അങ്ങനെ മതിൽ ചാടുന്ന പെണ്ണുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇല്ല. അതെന്തൊരു സംസാരം അത്? നീ എന്തൊരു അങ്ങനെ ഒരു അർത്ഥം വെച്ച് നീ എന്തോ സംസാരിച്ചത്? അല്ല അങ്ങനെ നീ ഇപ്പൊ അത് പറഞ്ഞു. അപ്പൊ ഞാൻ മതിൽ കെട്ടിയത് ഞാൻ അങ്ങനെ മതിൽ ചാടുന്ന ഒരു പെണ്ണും പിള്ളയാണെന്ന് പോലും നീ അങ്ങനെ സംസാരിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൻ ഇങ്ങനെ? എന്റെ പൊന്നു മോനെ ഇത്രയും പ്രായമുള്ള രാധേ നിന്നെ ഞാൻ അങ്ങനല്ല കണ്ടത്. അങ്ങനെ ഇപ്പൊ ഈ അപരിചിതൻ ശരിയാ കട്ടയിട്ടു ശരിയാ ഓക്കെ. പക്ഷെ നീ അങ്ങനെ സംസാരിക്കരുതായിരുന്നു. ജോയ്മോനെ ഞാൻ വിളിച്ച് പറഞ്ഞല്ലോ. അത് വിട്ടേര്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ 2 കുഞ്ഞുങ്ങൾ അവിടെ നിർത്തില്ല. അതിന് നീ കല്യാണം കഴിച്ചു തന്നു രാധേ?
കഴിച്ചിരുന്നെങ്കിൽ അല്ല ആ സമയത്ത് ഞാൻ കഴിച്ചിരുന്നെങ്കിൽ 2 കുട്ടികൾ അവിടെ ഉണ്ടോ? അവിടെ കുട്ടികളില്ലല്ലോ, അങ്ങനെ സംഭവിച്ചില്ലല്ലോ. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചില്ലല്ലോ. എന്തോ പോട്ടെ, രാഘവൻ ചേട്ടൻ സാധാ സമയം ബസ് കയറാൻ അവിടെ നിൽക്കുന്നു. അതിനവിടെ ബസ് സ്റ്റോപ്പ് ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അമ്മച്ചിക്ക് കുഴപ്പമില്ല, ചേട്ടൻ എന്ത് കുഴപ്പമെന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് കുഴപ്പമില്ല. ഇടിക്കാൻ തീർന്നവനെ ഞാൻ കേട്ടോ. എടാ, എന്റെ തോന്നിയാന്ന് കൊണ്ട് നടക്കണോ മര്യാദ? ആ വണ്ടി ഓടിച്ച് നടക്കുന്നവനല്ലയോടാ കഷ്ടപ്പാട്. നിന്റെ ലൈസൻസ് തരാ. എന്റെ ലൈസൻസ് നിങ്ങൾ തന്നെ കാണുന്നത്. ഇങ്ങോട്ടാ ലൈസൻസ് തരാ. വെഹിക്കിൾ കാണണം അത്. ഓ അത് ശരി. അങ്ങനെ എന്നാലേ ഇപ്പൊ തരത്തുള്ളൊന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല പുക്കിള് കാണണം എന്നാലേ ലൈസൻസ് തരും എന്ന് പറഞ്ഞു. ബുക്കിൾ കാണണമെന്നല്ല പറഞ്ഞേ, വെഹിക്കിൾ കാണണമെന്നാ പറഞ്ഞേ. വെഹിക്കിൾ കാണണോ? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളില്ലാത്ത ബാസ്കറ്റ് ബോൾ കളിക്കുന്ന എത്ര വലുപ്പം? ലൈസൻസ് തരാം. അതെ. ഉണ്ടല്ലേ ജോയിമാൻ വിളിച്ചാൽ ഞാൻ ആമാനം പറഞ്ഞു. അതിനകത്ത് കിടക്കുന്ന നമ്മളെ ഇത് ഇതാ ലൈസൻസ്. ഇതാ ലൈസൻസ്. എന്തോ രസം ഇത് കാണാന്. ആണ്ട് ഇതാ ലൈസൻസ്. ഒരു കുഞ്ഞു ഫോട്ടോയ്ക്ക് വേണ്ടി എന്തുമേ വണ്ടി ഓടിക്കുവാ ചേർക്കൈ. ഞാൻ എത്ര കമ്പിയായിരിക്കാൻ കളഞ്ഞേക്കുന്നറിയാം. ഇതാ ലൈസൻസ് അല്ലടാ. ഇത് കൊള്ളാം. എടാ നിന്റെ ചാവി ഇറ. നിന്റെ വണ്ടിയുടെ ചാവി ഉണ്ടടാ. ഇവരെ പൊക്കള ഞാൻ എന്ത് ചെയ്യും? വണ്ടിയുടെ ചാവി ഉണ്ടടാ. ആഹാ ഒന്നും ഇല്ലാത്തവനാരാ. ഇച്ചയ്യേ ജോയിമാൻ ചോദിക്കുമ്പോൾ ഞാനാ സമാനം പറഞ്ഞു. ഞാൻ നിവൃത്തിയില്ലാത്തവനോ. നീ വന്ന് ഒരു കുടം എടുത്തിട്ട് എന്നിട്ട് വെച്ച് നിവർത്തടാ ചാവി. നിന്റെ മതിലെ വന്ന് ഇരിച്ചോടാ ഞാൻ. ഒരു കുഴപ്പമില്ലല്ലോടാ. പിന്നെ നിനക്ക് കിടന്നോടാ. ചക്ക പറിക്കാൻ പോയി ചക്ക വെച്ച് ചെയ്താൽ മതിയായിരുന്നു. നീ അമ്മച്ചി എന്നെ സമാധാനപ്പെടുത്തി പോടാൻ പോലെന്ന് പറഞ്ഞപ്പോ നീ ചാടി കയറി വന്നിട്ടില്ല. അത്ര ഉള്ളായിരുന്നോടാ നീ. നീ കത്തി കയറുമെന്ന്. എനിക്ക് പയ്യ ഞാൻ എന്തോ ചെയ്യും. അങ്ങനല്ല നീ ആക്ഷനുള്ള സമയം കിട്ടിയില്ല എനിക്ക്. എടാ ഇറങ്ങണടാ. ഇറങ്ങിക്കാന്ന് ചെറുക്കന്റെ ഗുരു ഇറങ്ങിക്കടാ. ചക്കയും തിന്നോണ്ട് വീട്ടിൽ ഇരുന്നാ പോരായിരുന്നു. ഞാൻ ഗ്യാസും പരിചയം അവിടെ ഇരിക്കുന്ന പിടിക്കുന്നില്ലല്ലോ. ഇത് നല്ലതാ, ഇത് നല്ലതാ. എന്തൊരു നിനക്ക് വെള്ളം വല്ലതും വേണോ? വേണ്ട, എനിക്ക് വേണം വെള്ളം. ഒന്ന് ഇറങ്ങണ ചെറുക്കനെ എന്തോ ചെയ്യും. ഞാനേ പറ്റിപ്പോയതാ. ഞാൻ ഈ ഇവിടുത്തെ എല്ലാ കാര്യം ഞാൻ എടാ ഊരിക്കടാ, വേറെ കാര്യം ഉണ്ടെന്ന് അതുകൊണ്ടാ. എടാ ചക്ക വെട്ടി അമ്മച്ചി അവിടെ വെച്ചിരിക്കണ്ട. ഞാൻ കാര്യം സെറ്റ് ചെയ്യാം. ഞാൻ നിന്നെ ഊരാൻ രക്ഷപ്പെടുത്താം. ഇവിടെ എന്തോ നാശം എന്ന് പറയുന്നത്. ഒക്കാമുണ്ടി കൊറച്ച് ആർക്ക് വേണം ഇറങ്ങണം. ഇറങ്ങാനി നീ ഞാൻ പറയുന്നത് കേക്ക്. നിന്നെ ഞാൻ ഊരിവിടാം. ഇതുവരെ കഴിഞ്ഞില്ലേ ഇത്? ഞാൻ ഊരിവിടാം. നീ കുറാൻകുട്ടനാടാ നീ. എടാ ഇങ്ങനെ കയറി ഞാൻ പിടിക്കാം. എടാ ഇപ്പോഴും നടന്നു പോകുമ്പോ ഡിസ്കിറ്റ് അപ്പുറം കാർക്കോ എന്ന് കേട്ടോണ്ടിരിക്കുക കേട്ടോടാ. നല്ല ആവശ്യമുണ്ട്. സിമന്റ് ഇരിപ്പോ സിമന്റോ? ഓ എന്തോത്തിനാ? ഞാൻ അത് കട്ട വെച്ചാൽ കെട്ടി തേച്ചാൽ വിട്ടാലേ. ആ സാരമില്ല, നമുക്ക് ശശി അങ്ങനെ വിളിച്ച് 2 ദിവസത്തെ പണി. അവന് പൈസ കൊടുക്കണോ? ജോയിൻ വിളിച്ച് എന്നോട് ചോദിക്കും, ഞാൻ കെട്ടിത്തരാം. ആ സാരം നീ ആ ചെറുക്കനെ പറഞ്ഞു വിടാനെ കൊണ്ട്. ഞാൻ കെട്ടിത്തരാൻ നേരത്തെ എനിക്കറിയത്തില്ല. തരാന്ന് പറഞ്ഞ ഊരിടണം. സിമന്റ് എവിടെ ഇരിക്കുന്നേ? പാടാ മുങ്ങാനുള്ള പരിപാടി. വാ, ഞാൻ പോകുമ്പോഴേ പുറയും തലയ്ക്കൊന്നും അടിച്ചോളല്ലേ. വല്ല കാര്യമുണ്ട്. ആ ചെറുക്കൻ എവിടെ ചെല്ലണ്ടെന്ന് നോക്കണേ. ചട്ടിയറാ അത് വേറെ ചട്ടി എടുക്കാൻ പറയപ്പെട്ടെ. നീ എടാ ഇങ്ങോട്ട് പാടാ. സിമന്റോട് ഞാൻ ഇപ്പൊ കെട്ടാവുന്ന കേസല്ലേ ഉള്ളൂ. വല്ല കാര്യമുണ്ടോ? വേണ്ടത് വെറുതെ. നമ്മളിത് നിസ്സാര കേസ്, നമ്മളിത് കൊണ്ടിടേണ്ട കേസുള്ളൂ. അപ്പൊ അല്ലാതെ നമുക്കേ ഞാൻ തന്നെ ഇതേപ്പോ എടുത്തു വെച്ചാൽ അങ്ങ് കെട്ടിയിടാന്ന്. വെള്ളം വേണ്ട. ഇരുന്നാ ഇപ്പൊ അപ്പ കയറും. തോള കയറൂ? ഇല്ല. എന്നാ കൂടി എന്തോടാ അപ്പൊ എടുക്കാൻ നിൽക്കുന്നോടാ നീ? അയ്യോ വെള്ളം കൂട്ടല്ലേ. ഈ ബാക്കി നമുക്ക് വേറെ പണിയുണ്ട്. കട്ടെടു.
എടുത്തോളാം. ഞാൻ അല്ല ജോയിമാൻ വിളിക്കുമ്പോഴേ അത് അവൻ എന്നോടാ ചോദിക്കുന്നത്. ജോയിമാൻ ഇപ്പഴെങ്ങും വിളിക്കത്തില്ല. ജോയിമാൻ ഇനി ഞാൻ വിളിച്ചാലേ എടുക്കത്തുള്ളൂ. അപ്പൊ എന്നാ എനിക്ക് 1000 രൂപയുടെ കാര്യം അതൊന്ന് സെറ്റ് ചെയ്യണം. ഇപ്പഴ അവിടുന്ന്. പെട്ടെന്ന് അവിടെ എടുത്തോണ്ട് പോടാ. അങ്ങനെ വിട്ടാ കൊടുത്തു. ഇന്റെ ഒരു കാര്യവും ഇല്ലായിരുന്നു. പാവം കരച്ചിറക്കന എവിടെ ഓടി എത്തണ്ട ഇറക്കന. നോക്കിക്കാ പിടിച്ചാൽ ഞാൻ ചെയ്തു. ആ ചാന്തർത്തിയോട്ട് വെക്കടാ, കട്ട കൊണ്ട് കേട്ടാ. കരത്തില്ല ചേട്ടൻ മണി. എനിക്കറിയാം ഇതൊക്കെ കുറേ പോണെന്നാ. ഇത് മതി, ഇതിന്റെ ആവശ്യമുള്ളൂ. ഇരുന്ന് സാമാൻ സെറ്റ് ചെയ്തേക്കോ. പറഞ്ഞു വിറാ. സെറ്റ് ചെയ്തെന്ന് കഷ്ടപ്പാടാ. ഇത്ര ഒപ്പിച്ച് വെച്ചിട്ട് അവനെ ഇനിയിപ്പോ കേട്ടോ. വണ്ടിയുടെ താക്കോല് മേലെ ഈ ഏരിയ കിടന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ താക്കോല് കേട്ടാ. വണ്ടിയുടെ താക്കോല് പോട്ടെ. വേണ്ട, ശ്രദ്ധിച്ച് ഓടിക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ഒന്നും മതിലൊന്നും കൊണ്ട് കേറ്റരുത്. വണ്ടിയുടെ താക്കോല് താക്കോല കൊടുത്തു വിടാനെ കൊണ്ട്. അതാ ശരാ. താക്കോല് കൊടുത്ത് പിടിച്ച്. താക്കോല് താക്കോല് പോട്ടെന്ന്. താക്കോല് പോട്ടെന്ന്. നിന്റെ ഈ തന്നായിരുന്നാ ഞാൻ അവിടെ കിടന്നപ്പോ തന്ന. ഇല്ല, 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 നീ മേടിച്ചില്ലയോ? നീ ദേഷ്യത്തിനിടയ്ക്ക് ആ താക്കോൽ ലൈസൻസിന്റെ താക്കോല് ലൈസൻസ് ഇച്ചയുടെ തന്നില്ലായിരുന്നോ? എനിക്ക് എന്താ, ഞാൻ ഇച്ചിരി എണ്ണ നിനക്ക് തന്നു. അത് അല്ലേ തിരിച്ചു. തന്നില്ല താക്കോലില്ല. താക്കോല് തന്നില്ല. ലൈസൻസ് തിരിച്ചു തന്നുള്ളൂ. താക്കോല് തന്നില്ല. ചെയ്യേ എന്തുവാ ആ സിമന്റ് ഇനിയിപ്പോ ബാക്കിയാണോ? ഇതല്ലാതെ ഇനി എന്തിനാ സിമന്റ്? ആ മതം ഒന്നുകൂടെ പൊളിക്കണം. അന്തോനാ ഇവന്റെ താക്കോൽ അതിനകത്ത് വീണ് കാണും. ആ ചാന്തും കൂടെ തേച്ച് വെച്ച് കയറ്റി കൊടുക്കും. ഇനിയിപ്പോ അത് സെറ്റ് ആവുന്ന മുമ്പ് സാധനം ഇളക്കണം. ഇളക്കാതെ രക്ഷയില്ല. ഞാൻ തേച്ച് തരാം. പിന്നെ ഞാൻ തേച്ച് തരാം. ഇല്ലരാതെ ഇല്ല. ഞാൻ ഇളക്കിയാലാ ഞാൻ എടുത്തു തരാം. ഇല്ല. ഞാൻ പറഞ്ഞ മര്യാദക്ക് ഞാൻ പറഞ്ഞാണോ അതിനി പൊളിക്കണ്ട, അല്ല, അത് കെട്ടണ്ട, ശശിയെ വിളിക്കാന്ന് ഞാൻ പറഞ്ഞാണോ? അല്ല അതിന്റെ കൂടെ ഞാൻ മെറ്റിലാന്ന് ഓർത്താ ഞാൻ കുറച്ച് കയറ്റി താക്കോല് എനിക്ക് പോണോന്ന്. തരാൻ ഞാൻ സംസാരിച്ചോണ്ട് തരാം ഞാൻ. അതെ, മതിലിനി പൊളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല ഇച്ചേ ഞാനത് കെട്ടി ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. താക്കോല് താടാ, എനിക്ക് പോകണ്ട. താക്കോല് താടാ. ഞാനിപ്പോ അതിനകത്താന്ന് ഞാൻ പൊളിച്ചെന്നപ്പോ ഞാൻ വിളിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. താക്കോല് താ. ഒരു കാര്യം ചെയ്യോ? ഇന്ന് രാത്രി എന്റെ കൂടെ കിടക്കാവോ വീട്ടിൽ? എന്തിനാ? ഒരു 1/2 ലിറ്റർ എടുക്കാം, എന്നിട്ട് നമുക്ക് പൊളിക്കാം. എന്ത് മതൽ പൊളിക്കാന്ന് ഞാൻ എടുത്തു തരാൻ എന്നിട്ട്. അതിനെക്കൊണ്ട് പറ്റില്ല. എനിക്ക് താക്കോല് താ. എടാ ഞാൻ എന്നിട്ട് എടുത്തു തരാൻ. എനിക്ക് താക്കോല് എനിക്ക് താക്കോല് ഇളക്കി തരാം. താക്കോല് ഇളക്കി താ. മതിൽ വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മതിൽ വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉറപ്പാണ്? ആ. നിനക്ക് താക്കോലും വേണം, മതിൽ പൊളിക്കാനും സമ്മതിക്കത്തില്ല. ശരാ ഇപ്പൊ സംഭവിച്ചാണ്ടോ? വല്ല വഴിയും വന്ന് ചേർക്കാൻ അവൻ ആ മതിലെ കൊണ്ടിടിച്ചാണ്. ഞാൻ വല്ലയിടത്തും ചക്കടത്താൻ നിന്നവനെ ഒരു കാര്യമില്ല. വന്ന് കയറിയാന്ന് ഇഷ്ടംപോലെ കാശുണ്ട് ഇട്ടുമൂടാണല്ലേ. ഈ മതലിന്റെ പെരുകി ചെറുക്കനെ പിടിച്ചത് ആവശ്യമില്ലാത്ത വിഷയമായിരുന്നു. ഇപ്പൊ അവസാനം അതിനകത്ത് വെച്ച് ഞാൻ തേക്കുകയും ചെയ്തു. പൊളിക്കാനും സമ്മതിക്കുന്നില്ല. ലവനാ താക്കോലും വേണം. അങ്ങൊരു അവസാനിക്കും. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? അത് എന്തോ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യും. ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരട്ടെ. ഇനിയിപ്പോ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. അതിനകത്ത് നമുക്ക് അവന് താക്കോലും കൊടുക്കാം, മതിലും പൊളിക്കാം. അങ്ങനെയാണെ പോരെ? അപ്പൊ ഇനി ഇത് വീണ്ടും തുടരും. ശ്യാം ചേട്ടാ, മനോജ് ചേട്ടാ, ഞാൻ അവിടെ ഇരുന്ന് കമന്ന് വീണ് കടന്ന് ചിരിക്കുമായിരുന്നു. എനിക്കിതാ ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാര്യക്കാരിലേക്ക് പോവാം. സ്റ്റാർട്ടിങ് വിത്ത് പ്രചോദേട്ടൻ. ശ്യാമേ, മനോജേ, സുമി, ഈ സമയത്ത് ഒറ്റ ഡയലോഗാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലേ? നമ്മുടെ ആഷിറിന്റെ ഫേമസ് ഡയലോഗാണ്. ഞാൻ ആദ്യം തന്നെ ഈ സബ്ജക്റ്റിന് ഒരു ഉഗ്രൻ ഐഡിയ തരാം. ഉഗ്രൻ ഐഡിയ ആയിരുന്നു. കാരണം നമുക്ക് നാട്ടിൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഒരു ബൈക്ക് വന്നിട്ട് വേറൊരു വണ്ടിക്ക് ഇടിച്ചാൽ വലിയ വണ്ടിക്കാരനാണെങ്കിൽ അവൻ്റെ എതിരെ ആയിരിക്കും ബാക്കിയുള്ള ആൾക്കാർ നിൽക്കുക, അല്ലേ? നിത്യ സംഭവമാണ്. ഇവിടെ ഈ മതിൽ വന്നിടിച്ചു. സുമി അടിപൊളിയായിരുന്നു കേട്ടോ. സുമിയുടെ ആദ്യത്തെ പരിപാടികൾ ആ ഗേറ്റിൻ്റെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ നമുക്ക് ആദ്യം പിടിയിട്ടില്ല. പിന്നാണ് പറയുന്നത് ഞാൻ പുതിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, മതിൽ കെട്ടി ഗേറ്റ് വെച്ചു എന്നൊക്കെ പറയുന്നൊരു സാധനം. മനോജിൻ്റെ സുമിനെ കൗണ്ടറുകളൊക്കെ അന്നായിരുന്ന കാര്യം ഉറക്കമായിരുന്നു. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റപ്പോൾ ആക്സിലേറ്റർ കൂടി വന്ന് മതിലെ ഇടിച്ചതാണ് എന്നൊക്കെ പറയും. എൻ്റെ ശ്യാമേ, നിങ്ങളൊരു കിടിലം പെർഫോമറാണ് കേട്ടോ. അത് നിങ്ങൾ എല്ലാ സ്കില്ലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ ഇഷ്യൂ നടന്നാൽ അതിലേക്ക് വന്ന് വലിഞ്ഞു കയറുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇയാളുടെ ഒരു മാനറിസം ഉണ്ട്. എന്നറിയോ? ഇയാൾക്കൊരു ഉള്ളിൽ പേടിയുണ്ട്. നല്ല പേടി തൊടണം അയാൾ. പുള്ളി ഏറ്റവും അങ്ങ് എടുക്കുവാണല്ലോ. ഏറ്റവും എടുത്തിട്ട് പുള്ളി ഡാവി ചോദിക്കും, നീ ഇവിടുത്തുകാരനാണെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടുത്തുകാരനല്ലാതെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ധൈര്യം കയറി വന്നു. ആ ഒരു ചേഞ്ച് അസാധ്യമായിരുന്നു ശ്യാമേ. കാര്യം പുള്ളിക്കപ്പോൾ ധൈര്യം കയറി വന്നു. അതിനുശേഷം നമ്മൾ പിടിവിട്ടു പോയത് ഈ ദേഷ്യം വന്ന് മനോജൻ്റെ ചെകിട്ടത്ത് കയറി അടിയടിച്ചിട്ട് ഈ അരക്കൊട്ടി ചെകിടുമായിട്ട് അരക്കൊട്ടുന്നൊരു സാധനം. അത് ബ്രില്യൻ്റ് ഐഡിയ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അത് മനോജ് എന്ന് വെച്ചാൽ ഇതുപോലെ പാവത്താനെ നമ്മൾ കണ്ടിട്ട്. കാര്യം മനോജിൻ്റെ മൂവ്മെൻ്റ് അതായിരുന്നു. ഇടയ്ക്ക് ശ്യാം വീണ്ടും ചോദിച്ചു, നിന്റെ പരിചയക്കാരൻ ഉണ്ടോ അവിടെ? ആ ഉണ്ട്. പക്ഷെ അവൻ ഗൾഫിലാന്ന് പറഞ്ഞു. ഈ അയിന് എന്നുള്ള അതൊരു പ്ലേ ആണ്. അതായത് നിങ്ങളുടെ സ്കിറ്റിനൊക്കെ എപ്പോഴുള്ള ഗുണം അതാ. ഇങ്ങനെ ഓരോന്ന് കൺവേർട്ട് ചെയ്ത് അതിനകത്ത് ഓരോരോ കാര്യങ്ങളുണ്ട്. എല്ലാം അസാധ്യമായിട്ട് ശ്യാമ നിങ്ങളുടെ ഒരു എനർജി ഭയങ്കരമാണ്. നിങ്ങളുടെ 3 പേര് നല്ല രസമായിട്ട് നിങ്ങൾ കളിച്ചു. മനോജിൻ്റെയും വെഹിക്കിൾ എന്ന് പറയുമ്പോൾ പൂക്കൾ കാണിക്കുന്ന സാധനങ്ങളൊക്കെ
ഒക്കെ അവൾ അറിയാതെ ചിരിച്ചു എന്നുള്ള നല്ല രസമായിട്ട് ആ ക്ലൈമാക്സിൽ കൊണ്ടെത്തിച്ചു. തീർച്ചയായിട്ടും നമ്മളൊരു സ്കിറ്റ് കണ്ടിട്ട് രണ്ടാം പാർട്ട് പ്രതീക്ഷിക്കുന്ന ഒരു സ്കിറ്റാണ്. രണ്ടാം പാർട്ട് നമുക്ക് കാണണം എന്നൊരാഗ്രഹം തോന്നുന്ന തരത്തിൽ നിങ്ങൾ ആ സ്കിറ്റ് കൊണ്ട് വേറെ ലെവലിലെത്തിച്ചു. അടിപൊളി. 3 പേർക്കും കൺഗ്രാറ്റ്സ്. അടിപൊളിയായിരുന്നു. താങ്ക് യു ചേട്ടാ. അപ്പൊ പ്രചോദേട്ടൻ ഹാപ്പിയാണ്. അടുത്തായിട്ട് നസീർക്ക. നല്ല രസമായിരുന്നു കേട്ടോ. ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. മനോജ് പഴയ ഒരു ക്ഷീണം അങ്ങ് മാറിയല്ലേ? ഒരു ക്ഷീണം വന്നാൽ നമുക്ക് നന്നാകാനായിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ തപ്പിയെടുത്തൊരു കണ്ടന്റാണിത്. ആ കണ്ടന്റിൻ്റെ ബലമാണ്. സിമ്പിൾ സാധനമാണ്. ഇങ്ങനെ ഏക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവർ തന്നെ ഇത് പെടുകയും ചെയ്യും. ആ ഒരു റൂട്ടാണ് നിങ്ങൾ ഇതിൽ പിടിച്ചത്. സിമ്പിൾ ഒരു സാധനം വളരെ മനോഹരമായിട്ട് പ്ലേ ചെയ്ത് വിജയിപ്പിച്ചു എന്ന് വേണം ഇതിന് പറയാൻ. സുമി അതാണ് നല്ല കേട്ടോ. സുമി ആ സൈലന്റ് ഒരു കളിയില്ലേ? അതെ അതെ അതെ. അതേപോലെ മനോജ് ഒരു കൊച്ചു പയ്യന്മാരെയൊക്കെ പിടിച്ച് വലിയ ആൾക്കാർ ഉപദ്രവിക്കുകയല്ലേ സൈസുള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേര് കാണുമ്പോൾ നമുക്കുണ്ടായത് കേട്ടോ. മൊത്തത്തിൽ അടിപൊളി ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നിങ്ങളുടെ ഒരു വലിയ ഫാനാട്ടോ ഞാൻ ആദ്യം തന്നെ അത് പറയാം. ആ സ്റ്റേജിൽ നിങ്ങൾ കയറാൻ പോകുമ്പോഴേ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു വലിയ സന്തോഷവും പ്രതീക്ഷയൊക്കെ ഉണ്ടാവും. അതിനകത്ത് ആദ്യം തന്നെ സുമി ഒരു മതില് ഉണ്ടെന്നുള്ള ഒരു ധാരണ, ഗേറ്റ് ഉണ്ടെന്ന് ധാരണയുള്ള ആ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ആ ഗേറ്റ് എത്രയും സ്മൂത്ത് ആണെന്നും അതിന് 15 ലക്ഷം രൂപ വില വരുമെന്നും ആ റിമോട്ടിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചക്കയുടെ ഈ പശ അത് ഇല്ലല്ലോ ആക്ച്വലി. എന്നിട്ട് ചോദിക്കും എന്തോ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലല്ല ചക്കയറക്കാരാണ് ഒരു ഇതായിട്ട്. പക്ഷെ അതിന് മുമ്പ് അതങ്ങ് ഒട്ടിച്ച് വെച്ചതിൻ്റെ ആ മൂമെന്റ് ഒക്കെ എന്ത് രസമായിരുന്നു. പ്രേക്ഷകർ ഇതുപോലെ തന്നെ ആസ്വദിക്കുന്നുണ്ടാവും. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. അടിപൊളി. അപ്പൊ നമ്മുടെ കാര്യക്കാരൊക്കെ നല്ല കാര്യമായിട്ടുള്ള കമന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നല്ല പോസിറ്റിവിറ്റി നിറങ്ങി നിൽക്കുന്നുണ്ട് ഇവരുടെ ഉള്ളില്. ആ പോസിറ്റിവിറ്റി ഒട്ടും കുറയ്ക്കണ്ട. നമ്മൾ നേരെ ഇന്നത്തെ പ്രൈസ് മണി എത്രയാണെന്ന് അറിയുന്നു. ഷാചേട്ടൻ തന്നെ തുടങ്ങിക്കോളൂ. ഒരു 18,000. 18,000 വിൽക്കാം. ഞാൻ 20,000 രൂപ കൊടുക്കും. 20,000. അപ്പൊ 18,000 പ്ലസ് 20,000 38,000 രൂപയായിട്ടുണ്ട് ടോട്ടൽ. ഇനി ഫൈനൽ എത്രയാണ് എന്ന് പ്രചോദേട്ടൻ ഇപ്പൊ റിവീൽ ചെയ്യും. താമസിക്കേണ്ട. പിടിച്ചു. 75,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചാണ് അടിച്ചിരിക്കുന്നത്. Congratulations. ഇനി എത്ര വലിയ മതിൽ വേണോ ഗേറ്റ് വേണോ പോയി പണിതോ കേട്ടോ. എന്തായാലും സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. നമുക്ക് എന്താണ് പറയാനുള്ളത് നേക്കാം. സും ചേച്ചി എപ്പോഴും പറയുന്നത് പോലെ സന്തോഷം. നസീർക്ക പറഞ്ഞ പോലെ ഒരു ക്ഷീണത്തിൽ നിന്ന് പെട്ടെന്നൊരു കിട്ടിയ ഒരു ആശ്വാസമാണ്. ആശ്വാസം എന്നല്ല, ഒരുപാട് സന്തോഷം തരുന്നൊരു പ്രൈസാണിത്. പിന്നെ ശ്യാം ചേട്ടനൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു ധൈര്യമാണ് ഇടയ്ക്ക് വെച്ച്. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ശ്യാം ചേട്ടനും മനോജ് ചേട്ടനും ഒക്കെ ഉള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ശ്യാം ചേട്ടാ ഇനി ശ്യാം ചേട്ടൻ പറയൂ. അത് നമുക്ക് ചില ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മൾ ഈ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഈ പറഞ്ഞൊരു ധൈര്യം ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങനെ തരും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞാൽ അത് നമുക്ക് ഓപ്പോസിറ്റ് സപ്പോർട്ട് കിട്ടുമെന്നുള്ള ആർട്ടിസ്റ്റുകളിൽ 2 പേരാണ് ഇവരും. എൻ്റെ കൂടെ കളിക്കുന്നതിന് കൂടാതെ ഇവർ 2 പേരും. കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരെ കൂടുമ്പോൾ നമുക്ക് ഫൈനൽ വരെ എത്തിക്കുന്നതിൽ ഇവർ ഇത് കളിച്ച് തീർക്കുന്നവരെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് അവരുടെ. അതുകൊണ്ടാണ് ചേട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ വരുന്നത്. ടെൻഷൻ കുറവാണ്. നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാം. ചിലപ്പോൾ അവരെന്തെങ്കിലും കാണിച്ചാൽ പോലും നമുക്ക് ചിരി അറിയാതെ വരുന്നത് നമ്മൾ അങ്ങനെ കളിക്കുന്നതുകൊണ്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് കളിക്കുന്നുണ്ട്. എന്തായാലും ഒരു സന്തോഷം. ചേട്ടാ ഒരുപാട് കണ്ടന്റ് മാറ്റി പിടിച്ച് ടെൻഷനായി. സുമിക്കാണെങ്കിൽ ഇത് മൈഗ്രെയിൻ വന്നിട്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു രാത്രി. അപ്പോൾ അങ്ങ് ടെൻഷനായി. എന്ത് ചെയ്യും, നമുക്കിത് കളിക്കണം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭിത്തി കൊണ്ട് നെറ്റി മുട്ടിച്ച് ടെൻഷൻ അടിച്ചപ്പോൾ കിട്ടിയ ഒരു കണ്ടന്റ് ആയത്. അവിടെ ഒരു തിണ്ണമെടുക്കുള്ള ഒരുത്ത് കയറി വരിക. വേറെ നാട്ടുകാരനാന്ന് അറിയുമ്പോൾ ആൾക്കാർ പ്രേട്ടം പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഇവിടെ തിണ്ണമെടുക്ക് കാണിക്കുമല്ലോ. ഇവൻ അവിടെ ചെന്ന് കാണിക്കത്തില്ലല്ലോ. പറഞ്ഞില്ല, അവനെക്കാട്ടിൽ ആള് ചെറിയ ഒരുത്തൻ ട്രെയിമിൽ ഒരുത്തൻ തിണ്ണമെടുക്ക് കാണിക്കുന്നു. ആവശ്യമില്ലാതെ ഒന്ന് വലിഞ്ഞു കയറി ചെയ്യുന്ന ഒരുത്തിനെ പറ്റി കിട്ടിയപ്പോൾ കാരണം ശ്യാമിന്റെ മുഖമാണ് അന്നേരം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്. ശ്യാമിന് വിട്ടുകൊടുത്തു. അവിടെ നമുക്ക് കൂടുതൽ ഡയലോഗ് ഇല്ല. ഞാൻ പോകാൻ നിൽക്കുന്നില്ല, എന്നെ പിടിച്ചു നിർത്തിയത്. എനിക്കൊന്നും പറയാനില്ല. പിന്നെ റിഹേഴ്സൽ എടുക്കുന്ന സമയത്ത് ഈ ശ്യാമിനൊരു പ്രത്യേകതയുണ്ട്. റിഹേഴ്സൽ എടുത്താണെങ്കിലും ഇവിടെ കളിക്കുമ്പോഴാണെങ്കിലും മേല് നോക്കും നമ്മളെ. ഇതിൽ പിടിക്കുവാണെങ്കിൽ ശരിക്കും പിടിക്കും. നെഞ്ചത്ത് രോമമുള്ള കരയും. അങ്ങനെ റിഹേഴ്സൽ എടുക്കുമ്പോൾ അടിക്കും. അടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, മനഃപൂർവ്വം വിചാരിച്ചു ഇവന്റെ തോളത്തൊന്ന് ഇറങ്ങാം. എന്നെ കൊണ്ട് അത് മാത്രമല്ല, മനോജേട്ടൻ എന്നോട് പറഞ്ഞു മേല് നോവാന്ന് സുമി ഞാൻ ഇന്ന് ഞാനിന്ന് കടിക്കുമെന്ന്. അതാ സുമി ചിരിച്ചുകൊണ്ട് പോയത് അവിടെ. കാര്യം ആ കയറ്റം ഇറങ്ങണേ 10 മിനിറ്റ് എടുക്കുമെന്ന് സുമിക്ക് അറിയാവുന്നതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടായിട്ട് ചെയ്തത്. വേറെ വളരെ ആ 3ാമത്തെ വിടൽ ആത്മാർത്ഥമായിട്ട് ഉള്ളിന്ന് പറഞ്ഞ ശ്യാം ഞാൻ മനഃപൂർവ്വം വിടാം. ഇവന്റെ വയറിങ്ങനെ അമർന്നുകൊണ്ടിരിക്കും, വേദന എടുത്തോണ്ടിരിക്കും.
വെഞ്ച കൊണ്ടുവന്നിട്ട് എന്റെ കണ്ണ് കാണിച്ച് വിടാൻ. അങ്ങനെ മനഃപൂർവ്വം നോക്കുന്നല്ലോ ചിലപ്പോ പറ്റിപ്പോന്നാ, അല്ലാതെ മനഃപൂർവ്വം അല്ല കേട്ടാ, സോറി. നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്, തലക്കിട്ട് അടികൊള്ളുമ്പോ ഇങ്ങനെ ബൾബ് വന്നിട്ട് ഐഡിയ വരണ പോലെ. അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്കിറ്റാണ് ആ ഒരു തല മുട്ടിയപ്പോഴത്തേക്കും നമുക്ക് ലഭിച്ചത്. അതിനിതാ ഒരു സിൽവർ പഞ്ചും കിട്ടിയിരിക്കുകയാണ്. 75,000 രൂപ. ഒരു വലിയ കൈയടി കൊടുക്കുന്നു. ഇനിയും ഒരുപാട് പഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായി ഒരു ഗംഭീര സ്കിറ്റുമായി വരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിത്തൻ ചേട്ടൻ, വിനോദ് ഏട്ടൻ ആൻഡ് ബിരിരാജേട്ടൻ. വേറെ ദൈവമേ കാത്തോളണേ. സ്വരോ ഭഗവാനെ, എല്ലാ പ്രാവശ്യവും ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എൻ്റെ പ്രാർത്ഥന കേട്ടാൽ പുറത്തിരിക്കുന്നവർക്ക് തോന്നുന്നു എന്തിനാണ് ഇവൻ ആദ്യമേ തന്നെ നെഗറ്റീവ് പറഞ്ഞു തുടങ്ങുന്നതെന്ന്. ഒരു നെഗറ്റീവ് പറഞ്ഞ് ഒരു പോസിറ്റീവിലേക്ക് എത്തിയാലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും പനി, ചുമയും ജലദോഷവും ഒക്കെ വരണേ ഈശ്വരാ. എന്നാലേ ഇവിടെ ഇരിക്കുന്ന ഗുളികകളൊക്കെ വിറ്റ് പോകുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭഗവാനെ രക്ഷിക്കണേ. ആ, അത് കൊള്ളാം. നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണെന്ന്. ഞാനല്ല ശരിക്കും സ്റ്റാഫ്, ഞാൻ ഇവിടുത്തെ മുതലാളിയാ. ഇവിടെ ഒരുത്തിയുണ്ട് സ്റ്റാഫ് എന്നും പറഞ്ഞ്. അവള് തോന്നുന്ന സമയത്തേ വരത്തുള്ളൂ. അവൾക്ക് 10, 10:30, 11 മണി അവൾക്ക് പോകുന്ന സമയത്ത് അവൾക്ക് പോകാം. പിന്നെ വേറെ കാര്യമുണ്ട്, അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവളുടെ ഫാർമസി ലൈസൻസ് വെച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത്. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയത്തില്ല. അതിൻ്റെ അഹങ്കാരം അവ ഇന്നിങ്ങോട്ട് വരട്ടെ. അവളുടെ ലൈസൻസ് ഞാൻ എടുത്ത് ഇതുപോലെ വലിച്ചു കീറിയിട്ട് അവളെ ഇന്ന് ഇല്ലാത്തത് അടിച്ച് പിന്നെ വെക്കും ഞാൻ. ആ വരുന്നുണ്ട് സുന്ദരി കോത. ആഹാ, ശാലിനി എവിടെ പോകുന്നു? ഫിഗർ ചെയ്യാൻ പോകുന്നു. കോട്ടയം ശാലിനി എവിടെ പോണെന്നല്ലേ ചോദിച്ചത്. പിന്നെ ശാലിനി എവിടെ പോണെന്ന്. എന്താ അണ്ണാ? എന്ത് ഇത്ര സമയം എവിടെയായിരുന്നു? അമ്പലത്തിൽ പോയണ്ണ. അമ്പലത്തിലോ? ചാലി, എന്താണ് സമയം എത്രയായി? അണ്ണാ 10:30 ആയണ്ണ. 10:30? ഇത്ര നേരം എവിടെയാണ് ചാലി? ഈ സമയത്ത് കാലത്ത് വന്ന് ഷോപ്പ് തുറക്കണമെന്ന് അറിയത്തില്ലേ ശാലിക്ക്? ഞാൻ അമ്പലത്തിൽ പോയണ്ണ. അമ്പലത്തിൽ എന്തിനു പോയി? അണ്ണന്റെ പേരിൽ ഒരു ശസ്ത്രസംഹാര പൂജ ഉണ്ടായിരുന്നു, അത് കഴിപ്പിച്ചു. പിന്നെ ഞാൻ ദൈവത്തിനോട് തൊഴുത് പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥന? ഭഗവാനേ, എന്റെ അണ്ണന്റെ കാലിലൊരു മുള്ളു പോലും കൊള്ളേന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കറക്റ്റാ, പക്ഷെ ഒന്നും മാറിപ്പോയി. എന്ത്? നീ പ്രാർത്ഥിച്ച് എന്ത് കൊള്ളരുന്ന? കാലിലൊരു മുള്ളു പോലും കൊള്ളലേന്ന്. മുള്ളല്ല കൊണ്ടത്, പിന്നെ മുള്ളിന്റെ അപ്പുറത്ത് കിടന്ന കുപ്പിച്ചില്ല കൊണ്ടത്. 8 സ്റ്റിച്ച്. എന്തിനാ? 4 സ്റ്റിച്ചിന്റെ കാര്യമേ ഉള്ളായിരുന്നു. പക്ഷെ മെഡിക്കൽ ഷോപ്പിന്റെ ഓണർ അല്ലേ, ഇവിടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, 8 സ്റ്റിച്ച് അങ്ങിട്ട് തള്ളിക്കോളാൻ പറഞ്ഞു. സ്വന്തമായി മെഡിക്കൽ സ്റ്റോറുള്ള പഠിച്ചിരിക്കുന്ന പോലെ ഇരിക്കണമെന്നാണ് ഞാൻ അവർക്ക് പറഞ്ഞത്. പിന്നെ അണ്ണാ, ഞാൻ ഇന്നലെ മുതലേ ഞാൻ എൻ്റെ അടുത്ത് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ അണ്ണ എൻ്റെ അടുത്ത് നിന്ന് തരുന്നില്ലല്ലോ. എന്തുവാ? അണ്ണ ശമ്പളം ഒന്ന് കൂട്ടി തരണേ അണ്ണ. അണ്ണനെ അറിയാലോ, ഞാൻ ഒരു പ്രാരാബ്ധക്കാരിയല്ലേ അണ്ണ. നിനക്ക് പ്രാരാബ്ധം? പിന്നെ നീ ഇവിടെ വരുമ്പോ നിന്റെ ജീവിത ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേ. ഞാന് ഓലപ്പുര വീട്ടിൽ നിന്നായിരുന്നു വന്നോണ്ടിരുന്നത്. ഇപ്പൊ നിന്റെ ജീവിത ചുറ്റുപാടെന്ന് പറഞ്ഞേ. 2 നില വീട്. ഞാനിത് തുടങ്ങുമ്പോ എന്റെ ചുറ്റുപാടെന്ന് പറഞ്ഞേ. അണ്ണ 2 നില വീട്ടിൽ നിന്നായിരുന്നു വന്നോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെയാ വാടകയ്ക്ക്. അപ്പൊ ആർക്കാ പ്രാരാബ്ധം? അന്ന് ഈ നാട്ടുകാർ കേക്ക് ഇതൊക്കെ പറയുന്നതിനാ. അണ്ണന്റെ പ്രാരാബ്ധം എന്നോട് അങ്ങ് പറഞ്ഞാ പോരെ. നിന്നോട് വന്നിരുന്ന് പറഞ്ഞാണ് ഞാൻ ഈ കോലത്തിലായത്. അതെ, നിനക്കൊരു കാര്യം അറിയാവോ? എന്താണ്? എന്റെ അച്ഛന്റെ എവിടെ? അച്ഛന്റെ അച്ഛന്റെ കാലത്ത് തുടങ്ങിയ മെഡിക്കൽ ഷോപ്പായി ഇത്. അതെ, ഈ ഇരിക്കുന്ന അച്ഛന്റെ അച്ഛനില്ലേ, ആ അച്ഛൻ പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയാവോ? എന്താണ്? മക്കളെ, ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാ ഇതാ. ഇങ്ങനെ പറയുന്നേ? ഇത് ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്നതാണെന്ന്. എനിക്ക് ഞാനാണ് പറയുന്നതെന്ന് പറയും. അതുകൊണ്ട് ലൈസൻസ് കൊടുത്തു പോയല്ലോ. ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. അല്ല, ഇപ്പോഴും ആ പാരമ്പര്യത്തിന് ഒരു കുറവില്ലല്ലോ. എന്ത്? ഇല്ലായ്മയിൽ തുടങ്ങിയപ്പോ ഇല്ലായ്മയിലോട്ട് പൊക്കോണ്ടിരിക്കാണ്. ഈ ഒറ്റ കാരണം ഈ ഇരിക്കുന്ന അച്ഛൻ്റെ അണ്ണ ഇതൊന്നും മുമ്പിലിടണ്ണ. എന്ത്? അപ്പനെ ഇത്രയും വലിച്ചു നീട്ടുന്നുണ്ടല്ലോ. അതാ ഈ മൂന്നാമതിരിക്കുന്ന ആളില്ലേ,
ഈ ഇരിക്കുന്നവരൊക്കെ ആരാണെന്നറിയാവോ? ആരാ? ഇവരൊക്കെ ഭയങ്കര ജാടവൈദ്യന്മാരായിരുന്നു. വൈദ്യരായന്റെ ജാടയാണ് ഇത്. ഇല്ല, ജാട ഉള്ള വൈദ്യ ഈ മറ്റേ ഈ സാധനമൊക്കെ പച്ചമരുന്നൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ലാടവൈദ്യൻ. എന്റെ ദൈവമേ, ലാടവൈദ്യന്മാരായിരുന്നു. അപ്പൊ ഈ ലാടവൈദ്യ നാലാമതിരിക്കുന്ന അപ്പൂപ്പനില്ലേ, ആ. അപ്പൂപ്പൻ ആരാണെന്നറിയാവോ? ഇല്ല. ആയിരുന്നു. ഏത് ഫ്ലാറ്റിന്റെ? ഫ്ലാറ്റിന്റെ ആണോ? പിന്നെ കൂർക്കാന്ന് പുള്ളി കൂർക്കാട പണിയായിരുന്നു. കൂർക്കാട പണി. കൂർക്ക, ആ, ആ. ഞങ്ങൾ അത് മേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർക്കൊക്കെ കൊടുക്കും. എന്തിന്? കേട്ടിട്ടില്ലേ പനിക്കൂർക്ക? എന്താ പനി വരുന്നവർക്ക് കൊടുക്കുന്നതാണ് പനിക്കൂർക്ക. ലൈസൻസ് ഞാൻ കൊടുത്തു പോയല്ലോ. ഏതാ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഒരു കാര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്. എന്താണ്? സമയം കളയാതെ കാലാവസ്ഥ നിരീക്ഷക തിരുത്തി വിളിച്ചിട്ട് മഴ എപ്പോ പെയ്യും എന്നൊന്ന് ചോദിക്ക. ഞാനെന്താ കാലാവസ്ഥ നിരീക്ഷണത്തിൽ വിളിച്ചു ചോദിക്കുന്നത്? എടി അവന്മാര് മഴ പെയ്യും എന്ന് പറയുന്ന അല്ലാതെ മഴ പെയ്യുന്നില്ല. ഈ മഴ പെയ്താലേ പനി വരൂ, പനി വന്നാലേ ജലദോഷം വരൂ, ജലദോഷം വന്നാലേ ചുമ വരും. ഇത് വന്നാലേ നമുക്ക് കൊടുക്കുന്ന മരുന്ന് കഴിക്കാൻ പറ്റും. ആ, അതിന് വേണ്ടി ഈ ഇവിടെ ഇരിക്കുന്ന വെള്ള ഗുളിയൊക്കെ പാരസിറ്റമോൾ ഗുളിയൊക്കെ തന്നെ പൊടിയാൻ തുടങ്ങി. മഞ്ഞ കളറായി ആ, അവല് ഗുളിയൊക്കെ ഇപ്പൊ അവല് നനച്ചു വെച്ച പോലെ ഇരിക്കും ഇപ്പൊ. ശർക്കര ഇട്ട മാത്രം മതി. ബാക്കി എല്ലാം ഓക്കേ. ഇതിനടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഡേറ്റ് കഴിഞ്ഞ ഗുളികളൊക്കെ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാറ്റുകയാണെങ്കിൽ ആ. ഇവിടെ ഒറ്റ സാധനം കാണത്തില്ല ബാക്കി. ഇതെന്ത് സാധനം ഇത്? അത് പേന. പേനയാണോ? ആ. ഈ 8-ാം തീയതി ഡേറ്റ് കഴിയുന്ന ഗുളിയുടെ തൊട്ടിപ്പുറത്ത് ഒന്നെന്നിട്ടാൽ 10 ദിവസം കൂടെ നമുക്ക് ഓടിക്കാം. 10 ദിവസം കൂടെ ഓടിക്കാം. നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാ. ആണോ ഈ വയറ്റിന്ന് പോകാൻ എന്താ ചെയ്യണ്ടേ? അതൊക്കെ ചെയ്യാം. ഇത് ചുമ്മാതെ അങ്ങനെ ഇങ്ങനെ മരുന്ന് കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ? ഒന്നെങ്കിൽ നമ്മൾ ആളെ കാണണം, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. എന്റെ അപ്പച്ചിയുടെ മോനാ ശംഭു. ഞാൻ ആളെ കാണിക്കാൻ പറ്റും. കാണിച്ചിരുന്നാണ്. ഇയാളെ കാണിച്ചേ. ഇതാണോ? ആ, ഇതാണ്. ഒരു കാര്യം ചെയ്യ്. ആ. ഇവന് എന്താ അസുഖം എന്ന് പറഞ്ഞേ? അവൻ വയറ്റിന്ന് പോകുന്നില്ല. ആദ്യം ഇവന്റെ വയറ്റിലോട്ട് പോകാൻ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പോകുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാം കേട്ടോ. അത് ശരി, ആയിക്കോട്ടെ. ദൈവമേ, ഇതെല്ലാം തറയിൽ കിടക്കുകയാണ് ഈ ആ, മരുന്ന്. അത് മേടിക്കുന്ന പുളിയൊക്കെ അതങ്ങോട്ട് പറ്റി വെച്ചാ. ഹലോ, ഇരിക്കാൻ വന്നാണോ? അല്ല, വഴി പോകുന്ന കണ്ടു. മെഡിക്കൽ സ്റ്റോർ ആണല്ലേ? അല്ല, ഇത് പോത്തിറച്ചി വിൽക്കുന്ന കട. അതല്ല, വേറെ ആരും ഇല്ലേ? ആളുണ്ട്, വിളിക്കണോ? വിളിക്കണോ? അതല്ലേ, എന്താ സംഭവം? തനിക്ക് എന്താ വേണ്ട? ഗുളിക വേണം? എന്താ മരുന്ന് വേണം? ടോണിക്ക് വേണം? എന്ത് വേണം പറ. അതെ, ആ. ഇതുണ്ടോ? ഏതുണ്ടോന്ന്? അന്നാ പിന്നെ നമ്മളെ ഈ എനിക്കറിയത്തില്ല. നേരത്തെ വന്നിട്ട് പോയിട്ട് ഇതുണ്ടോന്ന് ചോദിച്ചു. എന്താ ഏതുണ്ടോന്ന്? എനിക്കറിയാതെ. നിനക്കറിയോ ഇയാള്? എനിക്കറിയാം. ഏത്? എന്റെ കൂട്ടുകാരില്ലേ ആ. അനിത, ആ. അനിതയുടെ കാമുകനാ. അടുത്ത മാസം ഇവര് ഒളിച്ചോടാൻ പ്ലാൻ വെച്ചേക്കാം. അറിയാം. പക്ഷെ ഇയാള് എന്തിന് എന്നെ കണ്ടപ്പോ എന്തിനാ പേരെന്തോന്നറിയാം? ആര്? എന്റെ പേര് വിനോദ്. വിനോദ് എന്നാണോ? ആ, പിന്നെ ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെ പേര് വരൂ. അത് ശരി. ആഹാ, വിനോദ്. ഒരു കാര്യമുണ്ട്. എന്താണ്? നീ ആ മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് തുറന്നു വെച്ചാൽ അലമാരയുടെ ബാക്കി കാണൂടി. ഏതാണ്? അലമാരയുടെ ബാക്കി എന്താ ഗുളിയും എടുത്തോണ്ട് വന്നേ. ഏതോ? ഓ, ശരി ശരി. ഇവനൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ വന്ന് ചോദിച്ചാ പോരെ നമ്മൾ. പിന്നെ അണ്ണ മറ്റേ എനിക്കൊരു ബലമായ സംശയം ഇവൻ മോഷ്ടിക്കാമെന്നാണെന്നോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഞാനിവിടെ ഈ ഇതിന്റെ 4 സൈഡിലും PVC വെച്ചിട്ടുണ്ടല്ലോ ക്യാമറ. CCTV. ആ, അതെ. എടുത്തോണ്ട് വരൂ. ഈ ഗുളി അവിടെ കൊണ്ട് വെച്ചിട്ട് എടുത്തോണ്ടോ. ഓക്കേണ്ണ. എന്ത്? എന്താന്നറിയാ? ആ, പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ കിട്ടിയില്ല എനിക്ക്. എന്ത്? ബൂസ്റ്റ് ഉണ്ടോ? ബൂസ്റ്റ്. എന്താണ്? ബൂസ്റ്റ് വേണോന്ന്. ബൂസ്റ്റ് ആണോ പറയണ്ടേ? ഇപ്പുറത്തിരിക്കുന്ന ബൂസ്റ്റ്. ആ, ബൂസ്റ്റ്. ഇത് നേരത്തെ വാതർന്ന് പറഞ്ഞാൽ മതിയില്ല. എന്തിനാ? എത്ര രൂപ വരും? ഇത് 350. അതിന് കൂടുതലാ. ചെറുതല്ല, ഇച്ചിരി ഷോർട്ട് അടിക്കാൻ പറ്റും. ഏത് ചെറുത്? ഇതിന്റെ വില കുറഞ്ഞതാ. ആ. അത് 150 രൂപ മതിയോ? ഈ പാക്കറ്റ് കിട്ടുമോ? പാക്കറ്റ് ചായക്കട ചെന്ന് ചോദിച്ചു. 5 രൂപയുടെ. എടാ, ഇത് വേണമെങ്കിൽ നീ പൈസ തന്നിട്ട് കൊണ്ടുപോകാൻ നോക്ക്. അല്ല, ഇത് 350. 350. ആ, കേട്ടുണ്ടേ. അത് ഇതിനാണ് ഇവിടെ കിടന്ന് വട്ടം തിരിയുന്നല്ലേ. കിട്ടിയില്ല, പെട്ടെന്ന് കിട്ടിയില്ല. പെട്ടെന്ന് കിട്ടത്തില്ല. ശരിയെന്നാ. പേരെന്താന്ന് പറഞ്ഞേ? പേര് വിനോദ്. വിനോദ്. ഓ, ശരി ശരി വിനോദ്. ശരിക്കും ഞാൻ അതിനല്ല വന്നത്. വേറെ പിന്നെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഇതെല്ലാം പുതുക്കി ഒന്ന് വെക്കണേ. പുതുക്കി ആ ബാക്കിൽ ചെന്നിട്ട് അതിനെ ഒന്ന് പുതുക്കി വെക്ക്. പുതുക്കൊക്കെ ഇവിടെ നാട്ടുകാർ കൊണ്ടത് പണയമല്ല വിട്ടിരിക്കുന്നത്. പുതുക്കി വെക്കാൻ. എടി, ഗുളിയൊക്കെ ഒന്ന് മാറ്റിയപ്പടി. എന്താണ് ഇത്? എന്ത്?
എനിക്ക് ഞാൻ ബൂസ്റ്റ് മേടിക്കാൻ വന്നതല്ല. ഇതിനകത്ത് മേടിക്കാൻ വന്നു. ഈ ഹോർലിക്സ് ഉണ്ടോ? ഹോർലിക്സ്. ഹോർലിക്സാ? ആ. ഇയാള് ബൂസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബൂസ്റ്റ് ആയിരുന്നല്ലോ. ടെൻഷൻ. എന്തിന്? ഈ വീട്ടിൽ കിടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അലയടിയോട് അലയടി. എന്തിന്? ഈ ബൂസ്റ്റ് ശരിക്കും ഹോർലിക്സിനെ ഇവര് ബൂസ്റ്റ് ചെയ്തത്. ഹോർലിക്സാ? ആ എന്റെ മൈൻഡിലേക്ക് കയറിയ ബൂസ്റ്റ് എന്നല്ലേ, അത് ശരി. അതാണ് ഈ ബൂസ്റ്റ്. ഇത് മാറ്റി തരണം. ഇത് മാറ്റി ആ, ശരി. ഹോർലിക്സ് ആക്കി തന്നെ. ചാനലി, എന്താണ്? പുള്ളിക്ക് ബൂസ്റ്റ് അല്ലേ വേണ്ട, ഹോർലിക്സ്. അല്ല അത് തന്നെ ഹോർലിക്സ്. അല്ല പുള്ളി ബൂസ്റ്റ് അല്ലേ ചോദിച്ചേ? അത് പുള്ളി എന്റെ വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ വന്നാൽ ഹോർലിക്സ് എടുത്തോട്. ഹോർലിക്സ്. സെയിം അല്ല തന്നെയല്ലേ? ഹോർലിക്സ് ഉണ്ട് ഉണ്ട് ഉണ്ട്. ദേ, ശരി വിനോ, സെയിം റേറ്റ്. സെയിം റേറ്റ് ഉണ്ട്, സെയിം റേറ്റ് തന്നെ വിനോദ. ശരി ശരി വിനോദേ. എന്താ വിനോദ, എന്തേലും ഉണ്ട് വാ തുറന്ന് പറ. ഈ വന്നേ വാ. ആ ഹോർലിക്സ് ഇതല്ല, എനിക്ക് മനസ്സിലായി. എന്നാ അത് ഞാൻ ഈ ചെറുപ്പക്കാര് സംഭവം അതല്ല സാധനം. എന്നാ ഏത്? അല്ല അണ്ണാ അതല്ല. സ്ട്രോബെറിയുടെ ഫ്ലേവർ. സ്ട്രോബെറി ഫ്ലേവർ. ചെറുപ്പക്കാർ ആൾക്കാർ ചമ്മല ആദ്യം കാണും. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എനിക്ക് മനസ്സിലായത് അതല്ല പിന്നെ ഞാൻ കെട്ടമ്മളെ പെണ്ണിന്റെ കൂട്ടുകാരിയാണ് കഴിക്കുന്നത്. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് എനിക്കിത് എങ്ങനെ ഇതൊന്ന് അവതരിപ്പിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇടേ ഇത് രണ്ടാമത്തെ വരവില് സംഗതി പിടിയിട്ട, പിന്നെ ഞാനങ്ങ് വെറുതെ വിട്ടു തന്നതാണ്. ശരിയെന്നാ, ആയിക്കോട്ടെ. ഈ ഓരോ ചെറുപ്പക്കാരുടെ കാര്യം ഇതൊക്കെ ആദ്യം വരുമ്പോഴത്തേനും പാത്ത് പൊളിച്ചു, പിന്നെ വന്ന് കേറി. എന്താണിത്? ഇതെന്താണിത് വിനോദ്? ആവശ്യമുള്ള സാധനം ഇതല്ലേ വേണ്ടത്? എന്റെ ചേട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ത്? എനിക്ക് ക്രിമികടിയുടെ അസുഖമാണ്. ക്രിമികടിയുടെ ഗുളിക കൊന്നാണോ? അത് ഞാൻ എങ്ങനെ ചോദിക്കും? ഞാൻ കെട്ടായിരിക്കുന്ന പെണ്ണിന്റെ കൂട്ടുകാരിയാ. അവൾ അപ്പൊ തന്നെ ഓൺലൈനിൽ ഇടും. അവള് വാട്സപ്പ് തുറന്ന അപ്പൊ തന്നെ വിടും. ഇത് അവൾ അറിഞ്ഞ എന്റെ കുടുംബം പോകും. അതുകൊണ്ടല്ലേ ഞാൻ രഹസ്യമായിട്ട് കറങ്ങി ഞാൻ എങ്ങനെയാണ് ഇന്റു അടിച്ച ഇവിടം വരെ വന്നത്. എനിക്ക് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ക്രിമികടിയാണ്. ക്രിമികടിയുടെ പറഞ്ഞത് ഞാൻ അടുത്ത ഇവിടെ ഉണ്ടല്ലോ ക്രിമികടിയുടെ വാദമെന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? നിങ്ങൾ വേണ്ടെന്നറിയാമോ? എന്ത് ഗുളിയാണ്? ക്രിമികടിയുടെ അതെ ക്രിമിടി ശല്യം ഉണ്ടാ? ശല്യം വരുമ്പോ ഞാൻ ഇച്ചിരി ചോറ് അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കും. അത് കഴിച്ചിട്ട് അത് എന്റെ പാട്ടിന് അങ്ങോട്ട് പോയിക്കോളൂ. തനിക്ക് മനസ്സിലാണോ? എന്തിനാണോ എനിക്ക് എന്തിനാണോ ഇത് കൊണ്ടൊക്കെ ആ പുട്ടുണ്ടാക്കി കഴിക്കും? പുട്ടുണ്ടാക്കി ഒരു ജീവിതം തളിപ്പിച്ചപ്പോ മനസ്സിലായില്ലടോ എനിക്ക്. ഞാനെന്ത് ജീവിതം തളിപ്പിച്ചെന്ന് ഇവിടെ തന്നെ ഞാൻ രഹസ്യമായിട്ടല്ലേ പറഞ്ഞത്. എത്ര പ്രാവശ്യം പാസ് ചെയ്തോ ഞാനിങ്ങനെ കൂടി. താൻ തന്റെ വേറെ മൈൻഡിലാണോ താൻ എന്നെ എടുത്തത്? അയ്യോ തന്നെ ഞാൻ വെച്ചേക്കലടോ. ഈ കടി തീരുമ്പോ ഞാൻ വരുവടോ. ഈ ഗുളിയെ ഞാനെന്ത് അണ്ണ ഈ ഗുളിയെ ഞാൻ പുട്ടുപൊഴിക്ക് തന്നെ പറഞ്ഞിട്ട് പോയി. അണ്ണൻ തിന്നെ. എന്ത്? അണ്ണന്റെ ക്രിമിയടി അങ്ങ് മാറി കിട്ടും. ഒരു മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ കോമഡിയാണ് നമ്മൾ കണ്ടത്. ഞാൻ എൻജോയ് ചെയ്തു, പക്ഷെ ഞാനല്ല നമ്മുടെ കാര്യക്കാർ എൻജോയ് ചെയ്തോ എന്ന് നമുക്ക് ചോദിക്കാം. ഷാജു ചേട്ടാ എൻജോയ് ചെയ്തോ? നന്നായിട്ട് എൻജോയ് ചെയ്തു, അസലായിട്ട്. ആ ഒരു സെറ്റും ആ ഒരു കോമ്പിനേഷനും ഒക്കെ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്തു. പുള്ളിയുടെ എൻട്രിയുടെ ആ ഒരു പോർഷൻ കുറച്ചുകൂടെ കൂടുതലാവാമെന്ന് തോന്നി. എനിക്ക് തോന്നുന്നു നമ്മുടെ വിനോദിൻ്റെ ഏരിയ അല്ലേ കുറച്ചുകൂടെ കൂടുതലായിട്ട് വേണമെന്ന് തോന്നി. അപ്പോൾ അത് ഈ പറയുന്ന അവിടുന്ന് നടന്നു വരുന്നൊരു ചെറിയ ഡിലേ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. സൂപ്പർ. കൊള്ളായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ നല്ലതാക്കാമായിരുന്നു, ഒന്നുകൂടെ നിങ്ങൾ ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ. വിനോദ് അടിപൊളി കേട്ടോ. വിനോദ് ഇവിടെ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് രണ്ടാമത് ഇഷ്ടപ്പെട്ട ഒരു സ്കിറ്റാണിത്. വിനോദിൻ്റെ പെർഫോമൻസ് നല്ല രസമായിട്ട് ചെയ്തു. ആ കൺഫ്യൂഷൻ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. സംഭവം ക്രിമികടിയാണെങ്കിലും അതിൻ്റെ പേര് എടുത്ത് പറയാനായിട്ട് ഒരു മടി ഉണ്ടാകും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട്. ആ ഒരു സാധനം ഇതാണ് നിങ്ങളുടെ ഹൈലൈറ്റ്. ഈ 3-4 പ്രാവശ്യം ഈ വിനോദ് വന്നു പോകുന്ന സാധനമാണ് നിങ്ങളുടെ ഹൈലൈറ്റ് സാധനം. അതിൻ്റെ ഉള്ളിൽ ആ വരാനുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ചില സ്ഥലങ്ങളിലാണ് ചിത്തന് ചില ഡൗട്ടുകളൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതിന് ചിത്തന് ഒരുപാട് സമയത്ത് വേറൊരു കാര്യമുണ്ട് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു. അതെന്തോ ഓർത്തെടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. ഓർത്തെടുക്കല്ല, അത് ഒത്തിരി പ്രാവശ്യം ആ ഒരു സാധനം തന്നെ വന്നപ്പോൾ എന്തോ പറയാൻ മറന്നുപോയിട്ട് ഓർക്കുകയാണോ എന്നൊരു തോന്നൽ നമുക്കുണ്ടായതായിരിക്കാം. അങ്ങനെ വന്നായിരുന്നു. ഈ വിനോദ് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം ഫില്ല് ചെയ്യുന്നിടത്താണ് കോമഡികൾ ശകലമായിട്ട് കുറഞ്ഞു പോയത്. നല്ല രസമുള്ളൊരു സാധനം, നല്ല സബ്ജക്റ്റ്. 3 പേരും കുഴപ്പമില്ല ചെയ്ത്. എനിക്കിത് മാത്രം ഒരു ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്, നന്നായിരുന്നു. താങ്ക് യു ഇക്ക. പ്രചോദേട്ടാ? നല്ല സ്ട്രോബെറി
ഫ്ലേവർ സ്കിറ്റായിരുന്നു കേട്ടോ. അല്ല, ഇത് ഒരു നഗ്നമായ സത്യം ഇതിന് മുമ്പിൽ നിങ്ങൾ തുറന്ന് കാണിച്ചു എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് തുടങ്ങിയപ്പോൾ തന്നെ ചിത്തൻ്റെ ഒരു പ്രാർത്ഥന ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും എൻ്റെ കുടുംബത്തിന് പനി അസുഖമൊന്നും വരത്തില്ല, ബാക്കി എല്ലാവർക്കും പനി അസുഖം വരുത്തിക്കോ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഭയങ്കര രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വിനോദിൻ്റെ ഫസ്റ്റ് പാസിങ് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളവിടെ അറിയാതെ ചിരിച്ചു പോയി എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ വിനോദിൻ്റെ എൻട്രി കുറച്ചുകൂടെ കൂടിയിരുന്നെങ്കിൽ നമുക്കിനകത്ത് നിങ്ങളുടെ 3 പേരുടെയും കോമ്പിനേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളവിടെ നിന്ന് പറയേണ്ട ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വിനോദിൻ്റെ എൻട്രി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് നിങ്ങൾ തമ്മിലുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് വർക്കായി. നല്ല രസമുണ്ട്. കാര്യം അത് മേടിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നമുക്ക് മനസ്സിലായി. പിന്നെ ഈ പുള്ളിയാണെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കുന്ന ലേഡിയാണെങ്കിൽ കാമുകിയായിട്ട് അടുത്ത ആളാണ്, എൻ്റെ കൂട്ടുകാരുടെ അടുത്ത ആളാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ പ്രശ്നമാകും. ഇതൊക്കെ ഒരുപാട് വേദനകളുണ്ട്. പക്ഷേ ആ സ്പേസ് ഇച്ചിരൂടെ കൂട്ടായിരുന്നു വിനോദിനെ. നിങ്ങൾ നമ്മളുടെ കോമ്പിനേഷൻ ഇച്ചിരൂടെ നമ്മൾ പ്രതീക്ഷിച്ചു. 3 പേരും ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. വളരെ രസം. അടിപൊളി. അങ്ങനെയെങ്കിൽ നമുക്ക് മാർക്സ് ചോദിക്കാം. പ്രചോദനം തന്നെ സ്റ്റാർട്ട് ചെയ്തോ ചേട്ടാ? 17 രൂപ കൊടുത്തു. 17,000. ചേട്ടാ? ഞാനൊരു 12,000. ഓക്കെ, അപ്പൊ ഇക്കയാണ് ഇനി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടോട്ടൽ അറിയാൻ നമുക്ക് ഇക്കയോട് ചോദിക്കാം. ഇക്ക കിടക്കുന്നു സ്ട്രോബെറി 55,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഇനി എത്ര വേണേലും മരുന്ന് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടന്മാരെ അടുത്ത സ്കിറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ. പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. പാതിര പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊരി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ. പാതിര പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. ചന്ദനജാലകം തുറക്കൂ നിൻ ചെമ്പകപ്പൂമുഖം വിടർത്തൂ. നാണത്തിനെ തിരി കൊളുത്തൂ നാട്ടുമാച്ചോട്ടിൽ വന്നിരിക്കൂ. അഴകൊഴിയും മിഴികളുമാ കുളിരണിയും മൊഴികളുമാ ഒരു മാത്ര എന്നെയും ക്ഷണിക്കൂ. ഈ രാത്രി ഞാൻ മാത്രമാ. പാതിര പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു. അഞ്ജനക്കാവിലെ നടയിൽ ഞാൻ അഷ്ടപതിലയം കേട്ടു. അന്നു തൊട്ടൻ കരൾ ചിമിഴിൽ നീ ആർദ്രയാരാധയായി തീർന്നു. പുഴയൊഴുകും വഴിയരികിൽ
രാക്കടമ്പിൻ പൂമഴയിൽ മുരളികയൂതി ഞാൻ നിൽപ്പൂ. പ്രിയമോടെ വരികില്ലയോ ആതിര പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു താമര പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ ആതിര പുള്ളുണർന്നു പരൽ മുല്ല കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു. കൂടുതൽ ചിരികളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudesh, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Good night.